ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഉമ്മ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. എന്തോ കൈമിലുണ്ട്, എന്തെങ്കിലും തരാനായിരിക്കും. നമുക്കൊന്ന് നോക്കിയാലോ. വായോ പൊന്നൂസേ. പൊന്നൂസ് എന്ത് ഈ ഒരു പാത്രം എടുത്തിട്ട് എവിടേക്കാ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തരാനാണെന്ന്. ഡ്രസ്സ് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, എൻ്റെ കത്രിക കാണുന്നില്ല. എനിക്കിവിടെ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇത് കണ്ടോ, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. മഴ കാരണം നെല്ലിയുടെ ചപ്പ് വീണ് അടിഞ്ഞ് കിടപ്പുണ്ട്. അതിലൊന്ന് വൃത്തിയാക്കണം. അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുത്തേ? അല്ല, വേറെ സംഭവം ഉണ്ട്. എൻ്റെ കത്രിക കാണുന്നില്ലല്ലോ. പൈറ്റ് കത്രിക അതോടെ പോയേ. ഗൈസ്, ഉമ്മ അവിടുന്ന് കത്രികയ്ക്ക് തപ്പാണ്. അപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന മാസം ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു മാസത്തിൽ 2 നേരം എനിക്ക് ജലദോഷം, അല്ലെങ്കിൽ 3, 4 അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കിപ്പം ഇത് ജൂലൈ അല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ മാസവും എനിക്കുള്ളതാണ് കേട്ടോ. അല്ലേ അമ്മ, ജലദോഷം? ആ, അപ്പം അതുകൊണ്ടാണ് പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. കൺഫ്യൂഷനാണ് എങ്ങോട്ടാ പോകേണ്ടതെന്ന് എൻ്റെ അടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫ്രീ ആയിട്ട് നടക്കും. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഓരോ വരുന്ന കണ്ടിട്ടാണ് കേട്ടോ എടുത്തത്. നാരങ്ങ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം വന്നതല്ലേ, ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്കതങ്ങ് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വീണ് പോകും. മഴയുടെ വെള്ളം വീണ് വീട്ടുകൊണ്ട് അത് വീണ് പോകും. അപ്പം നമുക്ക് 2 നാരങ്ങ കിട്ടി. അപ്പം നിങ്ങൾക്ക് നാരങ്ങ വേണമെങ്കിൽ എന്ത് ചെയ്യണമ്മ? നാരങ്ങ വേണമെങ്കിൽ നമ്മളൊരു കുഞ്ഞി നാരകത്തൈ മേടിക്കുക, അതവിടെ നട്ട് വെക്കുക. അപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അതിലേക്ക് പോകുന്നത് മുന്നോടിയായിട്ട് ഇവിടെ വഴുതും കേട്ടോ. അതായത് മഴയൊക്കെ പെയ്ത് വെള്ളം കിടക്കുന്നതുകൊണ്ട് വഴുതുന്നത് പേടിച്ചിട്ടാണ്. അപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ, നമ്മളെ ലിയോബി. ഇതന്നെ ഞാൻ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? വേണ്ട, നമ്മുടെ പേരക്കക്കുട്ടന്മാർ പഴുത്ത് നിൽക്കുക. അത് നമുക്ക് കട്ട് ചെയ്യാവേ. ഇത് കണ്ടോ നിങ്ങൾ, എൻ്റെ പേരക്കക്കുട്ടന്മാരാണ്. അയ്യോ ഗൈസ്, 2 നാരങ്ങ, 1 പേരക്ക. അയ്യോ, ഇനിയുണ്ടോ? അയ്യോ, ഇതെന്ത് കളിക്കണേ? അതെ, ഓടിപ്പോയി. നിങ്ങൾ കുറച്ച് ഒച്ചയൊക്കെ കേൾക്കും കേട്ടോ. അത് കാരണം അപ്പുറത്തെ വീടിൻ്റെ പണി എടുക്കുന്നവരുണ്ട്, അവരുടെ സൗണ്ടും കൂടെ കേൾക്കും ഇതിൻ്റെ അകത്ത്. പഴയ ബക്കറ്റിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു പേരൊക്കെ പറിച്ചത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറിച്ചിട്ടൊക്കെ ഓരോരുത്തർക്കൊക്കെ കൊടുത്ത്, പിന്നെ എല്ലാം കൂടെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പൊന്നോനെ വലിയ പാത്രം എടുക്കത്തില്ലായിരുന്നു അവനെ. എനിക്ക് പേരയ്ക്കാൻ അധികം പഴുത്തത് തിന്നുന്ന ഇഷ്ടമില്ല കേട്ടോ. പൊന്നൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചേ. എന്താ ചോദിച്ച പാത്രമോ? ആ, ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഏകദേശം ഇത് മോഡലുള്ള പേരയ്ക്ക തിന്നുന്ന എനിക്കിഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാ. അമ്മ അങ്ങോട്ടൊരു പേരൊക്കെ ഉണ്ട്, നല്ല റോസ് കളറിൽ. അതും കൂടി നമുക്ക് പറിക്കാം. ഇതേന്ന് പറിച്ചു കേട്ടാ. ഈ പേരയുടെ തൈ പോയി എന്നൊക്കെ വിചാരിച്ചോണ്ട് സത്യം കുറേ നേർച്ചയൊക്കെ കൂട്ടിയതാട്ടോ ഞാൻ. അപ്പം അത് പോകാതെ ഇതെന്താ വന്നത്? ആരാ ഇരിക്കുന്നേ? പോകാതെ കാത്തു. ഓക്കെ, നമുക്കിവിടെ വെജിറ്റേറ്റഡ് പേരയ്ക്കയും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിന്റെ കളർ റോസ് ആണ് കേട്ടോ. ഏതായാലും നമ്മളൊരു വഴിക്ക് പോകുമല്ലേ, അപ്പം അതും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാമല്ലോ. നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യുന്ന ശരിക്കും കാണാൻ പറ്റുമല്ലോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതാണ് ഇത്. ഞാനിങ്ങനെ കൊമ്പ് കൊത്തി കൊത്തി വിടുക, എന്നാലും അവർ അതേലും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് കണ്ടോ, 1 മിനിറ്റ്. പിന്നെ മുമ്പേ ഒരു വീഡിയോയിലേ ഞങ്ങൾ സീഡ്ലെസ് ലെമണിൻ്റെ ഒരു തൈ നട്ടത് കാണിച്ചു തന്നില്ലേ, അതിപ്പോൾ ഈ തോതിലായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വളർച്ച പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ, ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നതുണ്ടോ,
ഇഷ്ടം പോലെ മറ്റേ ലൈറ്റ് കുറേ ഉണ്ടായിരുന്നേ, കുറേ വീണു പോയി, മഴ ഇതുകൊണ്ട് വീണു പോയി. അന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന സമയത്ത് കുഞ്ഞിതായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണേലും തിന്നാം, എങ്ങനെ വേണേലും ഇത് തിന്നാം കേട്ടോ. പുളിയില്ലേ. അപ്പം ഞാനൊന്ന് പറിച്ചിട്ട് കാണിക്കാം ഏതാണ് നമുക്ക് സൂട്ടാക്കേണ്ടത്. ഉപ്പ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതുകൊണ്ട് ടേസ്റ്റ് ഇല്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പറിച്ചിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ നമുക്ക് കത്തിയെടുക്കാൻ പോകാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുറച്ച് സമയം വരെ മഴയുണ്ടായിരുന്നു, മുന്നേ വരെ. അത് കഴുകേണ്ട ആവശ്യമില്ല. ഈ നാര് പോലെയുള്ള സാധനം നമുക്ക് അങ്ങോട്ട് കളയാം. അതെന്തിനാ മുന്നേ കളയുന്നത്? അത് അതിനൊരു കമർപ്പുണ്ട്. കമർപ്പ് എനിക്കിഷ്ടമില്ലേ, ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം കേട്ടോ. എന്ത് ചെയ്യണം, ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയേ. സൂപ്പർ. കൊതു കടിക്കുന്നു. അവിടെ തിരിയത്താണേലും വെള്ളമൊന്നും കയറിയില്ല കേട്ടോ ഇതിൻ്റെ അകത്തെ. പിന്നെ നീര്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പേരയ്ക്ക ഇച്ചിരി കച്ചാക്കുക. കച്ചാക്കിയിട്ട് നമുക്ക് തിന്ന് കാണിച്ചാലോ. അപ്പോൾ വായു നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച സാധനമല്ലേ. നമ്മൾ ഇതിനിപ്പോൾ അവിടെ കൊണ്ടുവച്ചു, ഇന്നല്ലേ നാളെ അത് ചിലപ്പോൾ തിന്നില്ലെങ്കിൽ അത് ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു പേരയ്ക്ക എടുത്ത് കട്ട് ചെയ്തിട്ട് ഇച്ചിരി കച്ചാക്കിയിട്ട് നമുക്ക് തിന്നാവേ. ഇപ്പം ആവശ്യത്തിന് പഴുപ്പുണ്ട്. പിന്നെ കുറേ നാൾ ഇപ്പോൾ ഒരു 2 ദിവസം പഴുപ്പ് വരാം. പിന്നെ ആര് തിന്നാണ്ടൊക്കെ ആവും. പഴുത്ത കായ തിന്നാൻ പറ്റും. ഒരാൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. വെളിച്ചവിടെ നമുക്ക് എന്ത് ചെയ്യാം. വട്ടം ചുറ്റുവാണോ? മുളക് പൊടി ഉപ്പ് കൊടുക്കട്ടെ. സമയം ഇപ്പോൾ 4:45 ആയിരിക്കുകയാണ്, അതായത് 4:45. അപ്പോൾ ഇവിടെ എൻ്റെ കച്ചിതാട്ടോ, കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് അത് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചേ. ഇനിയിപ്പോൾ ഞാനൊരു പേരയ്ക്ക എടുത്തു, അതിൻ്റെ മൂടുഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞു രണ്ട് സൈഡിൽ. എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചു. ഇതുണ്ട്, നാലാക്കിയിട്ട് 6 പീസാക്കി മുറിച്ചെടുത്തേ. എന്നിട്ട് എന്ത് ചെയ്യണം, കത്തി ഇവിടെ വെച്ച് ഇതെല്ലാം പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ, എനിക്ക് ഈ പരുവത്തിൽ തിന്നുന്ന ഇഷ്ടം കേട്ടോ. അതിൽ പഴുത്തതുണ്ട്, പഴുത്തത് എനിക്കിഷ്ടമില്ല. അത് ഇവരാരേലും തിന്നും. ഞാനിതുപോലെ തിന്നാൻ പോകുന്നത്. അപ്പോൾ കച്ച് കൂട്ടാണ്ട് ഞാനൊന്ന് തിന്ന് കാണിക്കാവേ. നല്ല മധുരമുണ്ട് കേട്ടോ. ഞാൻ തിന്നിട്ട് തരാവേ. ഇനി കച്ച് കൂട്ടിയിട്ട് കാണിച്ചു തരാവേ. കച്ച് ഇതേപോലെ മുക്കുക. എന്നിട്ട് സൂപ്പറാട്ടോ. നമുക്ക് ഒരു തയ്യാണേലും വീട്ടിൽ വെച്ച് കഴിഞ്ഞാലേ അതിനെ പരിപാലിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അത്യാവശ്യം ഒരു പേരയ്ക്കൊക്കെ കഴിക്കാം. അതേ സമയത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന പേരയ്ക്ക ഒന്നും ഞാൻ കഴിക്കുകയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അതിനൊരു വാട്ട ചൊവയുണ്ടാവും. ഇത് നമ്മളങ്ങനെയല്ലല്ലോ, മരത്തെ പോയി അപ്പം തന്നെ പറിച്ചു അത് വേഗം കഴുകി വൃത്തിയാക്കി നമ്മൾ തന്നെ കഴിക്കും. സമയത്ത് വീടിൽ പോയിട്ട് അത് അവിടെ ചിലപ്പോൾ ഒരാഴ്ച മുമ്പേ വന്നതായിരിക്കാം, അല്ലെങ്കിൽ മൂപ്പെത്താതെ പറിച്ചിട്ട് വരുന്നതായിരിക്കാം. അതൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ഇത് ഇത്രയും ടേസ്റ്റ് കിട്ടിയല്ല, അതാ വ്യത്യാസം. പിന്നെ ഓരോരുത്തരുടെ ജീവിതമാർഗം ആണല്ലോ ഓരോന്നും. അപ്പോൾ അതിൻ്റേതായ, അതുകൊണ്ട് ഞാനധികം കുറ്റം പറയാനൊന്നും നിൽക്കുന്നൊന്നുമില്ല.
അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം നമുക്കുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കഴിക്കുന്നു. അല്ലെങ്കിൽ നിവൃത്തികേടാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുവാണെങ്കിൽ മേടിക്കുമോ, അല്ലെങ്കിൽ ആരുടെയും വീട്ടിലൊക്കെ ആരുടെ അടുത്തേലും ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറ്. പൊതുവെ പീടികയിൽ നിന്ന് ഞാൻ മേടിക്കാറില്ല. പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ പേരയ്ക്ക. അവിടെ പോയാലും പേരയ്ക്ക കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് പേരയ്ക്ക ഒരുപാട് കഴിക്കാൻ പറ്റില്ല, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. പേരയ്ക്ക കഴിച്ചിട്ടാണോ ഗ്യാസ് എന്നറിയില്ല, എന്നാലും മിക്കവാറും കഴിക്കുമ്പം ഉണ്ടാറുണ്ട് സാധാരണ. ഞാനും എടുത്തു. ഇനി നമുക്ക് ഇത് ഉപ്പയും ദീദിയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ തിന്നിട്ടല്ലേ. ഉപ്പ എന്തായാലും കഴിക്കും, ദീദിയുടെ കാര്യം പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും സ്വഭാവ രീതികളൊക്കെ ഉണ്ടല്ലോ. ആ രീതിക്കനുസരിച്ചിട്ട് അവർ കഴിക്കുള്ളൂ. അപ്പം കഴിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. കഴിക്കുന്നത് അവരുടെ ഇഷ്ടം. അവർക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണ്ട കഴിക്കാതിരിക്കാം. അങ്ങനെയുള്ള കാലം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിക്കൻ, പുറത്തുനിന്നുള്ള ഷവർമ്മ, പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവർക്ക് പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ വീടുകളിലുണ്ടാക്കുന്ന ഫുഡ്, പിന്നെ എന്താ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയൊന്നും എല്ലാ പിള്ളേരും ഒന്നും അങ്ങനെ തിന്നിയല്ല. അത് കുറേയൊക്കെ പോരായ്മ നമ്മുടെ ഭാഗത്തും ഉണ്ട്, രക്ഷിതാക്കളുടെ ഭാഗത്തും ഉണ്ട്. അവരെ തീറ്റി തന്നെ നമ്മൾ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ ഭാഗം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ എന്താ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്ക് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ നമുക്കും മക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോകുന്ന കേട്ടോ. നമ്മളൊരു തൈയെങ്കിലും നമ്മൾ വാങ്ങി നടുക, എന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ കായ്ഫലമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തന്നെ കഴിക്കുക. അതിലൂടെയുള്ളൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് തൈകളൊക്കെ നടണമെന്നുണ്ട്, പക്ഷേ ഇവിടെ അത്രയും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ഇത്രയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ കാണും കേട്ടോ, ഓരോ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താണ്ട് വെറുതെ കാട് കയറ്റി ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കാറുണ്ട്, അതൊക്കെ നമ്മുടെയൊക്കെ കൈകളിലായിരുന്നു, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നട്ടുണ്ടാക്കാമായിരുന്നല്ലോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്കങ്ങനെ ചിന്തിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. പിന്നെ ഈ കുഞ്ഞു സ്ഥലത്ത് ഞാൻ ഒരുപാട് പിന്നെ പച്ചമുളക്, കാന്താരി, കോളിഫ്ലവർ, പിന്നെ എന്ന് വേണ്ട ഒട്ടുമിക്ക സംഭവങ്ങളും ഞങ്ങൾ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ വലിയ നരയം കുമ്പളങ്ങ, അതൊരു നരയം കുമ്പളങ്ങ നമ്മൾ പറിച്ച് വെയിറ്റ് നോക്കിയിട്ട് 7,900 ഉണ്ടായിരുന്നു. അത്രയും വലിയ ഇത്. പിന്നെ ഞാൻ ആടിനെ പോറ്റിയിട്ടുണ്ട്, കോഴീനെയൊക്കെ പോറ്റിയിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ പരമാവധി പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മുളകും കാന്താരിയൊന്നും, പച്ചമുളകും കാന്താരിയും ഞാൻ പീടികയിൽ നിന്ന് മേടിക്കാറേ ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. മുഴുവൻ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുക, നട്ട് നനച്ച് എടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എന്നാ വെച്ചാൽ ആ സ്ഥലത്തൂടെയൊക്കെ ഞാൻ ഡ്രമ്മൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ പിന്നെ കാന്താരി തൈ പാകിയിട്ടുണ്ടായിരുന്നു, വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അതിന് തൈയൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. നോക്കാം, നമുക്ക് പിടിച്ച് കിട്ടുമെങ്കിൽ വെക്കാമല്ലോ. പിന്നെ എല്ലായിടത്തും നിറച്ച് വെക്കാൻ പറ്റുമല്ലോ, ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ആയി പോകുന്നതുകൊണ്ടാണ്. അപ്പം എന്താ പറയേണ്ടത്, എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും ടൈമൊക്കെ കണ്ടെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ നട്ട് നനച്ചൊക്കെ വെക്കാൻ നോക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതേപോലെ ഇത് കണ്ടോ, ഇപ്പം ഞാനൊരു നെല്ലി ഞങ്ങൾ ഇവിടെ ആദ്യമേ വെച്ചതായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും ചപ്പ് കണ്ടോ, ഒറ്റ ദിവസത്തെ ചപ്പായത്. ഇതിപ്പോൾ ഇനി കംപ്ലീറ്റ് മെനക്കെട്ട് നിന്ന് നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കും. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം കുനിഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം ഏത് നേരം. പക്ഷേ അത് നമുക്കൊരു എക്സസൈസും ആണ്.
നിങ്ങൾ വിചാരിക്കുമല്ലേ ഇവളെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോകുന്ന കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് നട്ട് നനച്ചുണ്ടാക്കാനും അത് പരിപാലിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ നമുക്ക് അതിന് മാത്രമുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുള്ള ചെറിയ സ്ഥലത്ത് പരമാവധി ഒതുക്കി പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഡ്രമ്മ് വഴിയാണേലും നട്ട് വെച്ചതാട്ടോ. അപ്പോൾ ആ നട്ട് വെച്ചതിൽ നിന്നുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പറിക്കുകയും കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. എനിക്കിനി കുറച്ച് പണിയുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് മഴ ഇച്ചിരി മാറി നിൽക്കുന്നതുകൊണ്ടൊന്ന് വൃത്തിയാക്കാനുണ്ട്. എല്ലാം വൃത്തിയാക്കിയെടുത്ത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നിങ്ങൾ വീണ്ടും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. നമ്മുടെ വ്ളോഗുകളൊക്കെ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ വ്ളോഗ് കണ്ടാലേ നമുക്ക് വാച്ച് അവറൊക്കെ കൂടി കിട്ടുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മളൊക്കെ സാധാരണ പച്ചയായ മനുഷ്യന്മാരില്ലേ, നമുക്ക് അങ്ങനെയൊക്കെയല്ലേ വർത്തമാനങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. മോളാണ് സ്കൂൾ വിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അവൾ ഞാൻ പാത്രം എടുത്ത് വരുന്ന കണ്ടിട്ട് സംശയം തോന്നിയിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം ഈ കോലം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ നമ്മളൊക്കെ സാധാരണ വീട്ടമ്മമാരായതുകൊണ്ട് നമുക്ക് ഒരുങ്ങിയിട്ട് വന്നിട്ടൊന്നും കുറേ മേക്കപ്പും വാരിയിട്ട് കൺമഷിയിട്ട് പിന്നെ അങ്ങനെയൊന്നും പൗഡറൊക്കെ ഇട്ടിട്ടൊന്നും നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുമല്ലോ. കാരണം നമ്മൾ അപ്പോൾ ഓരോ സമയം ആലോചിച്ച് ഓരോ പണികൾ ചെയ്തു വരുന്നതല്ലേ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന ഓപ്ഷനും കൂടി നമ്മളെ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയ്ക്ക് പുറകെ തന്നെ ഒത്തിരി നല്ല നല്ല വീഡിയോസുകളൊക്കെ വരും കേട്ടോ, വരാനുണ്ട്. അപ്പോൾ അതൊക്കെ സൗണ്ടൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അമ്മക്കിപ്പം വോയിസ് ഓവർ എടുക്കാനൊക്കെ പഠിച്ചുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആയി ഇപ്പോൾ കൊടുക്കാൻ. എനിക്ക് ഇച്ചിരി മടിയുണ്ട് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് പറയുന്നതും വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കുന്നതും ഒരു ഇച്ചിരി മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്ര ഇത് വരുമല്ലോ. പക്ഷെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പറയുന്നൊന്നും വർത്താനം പറയാൻ പറ്റുമല്ലോ. അതിൻ്റെ സൗണ്ടും പിന്നെ നമ്മളെ സൗണ്ടൊന്നും കേൾക്കൂല, പിന്നെ വേറെ കോപ്പിറൈറ്റ് ഒക്കെ അടിക്കും. പിന്നെ ആ വീഡിയോ നമുക്ക് ഇടാനേ പറ്റില്ല. പിന്നെ യാത്ര പോകുമ്പോൾ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പിന്നെ സാധാരണ വീഡിയോ തുടങ്ങിയ 1 വർഷം കൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറൊക്കെ പൂർത്തിയാക്കാനുള്ളത്. നമുക്കിനി വാച്ച് അവറൊക്കെ ആകാൻ വേണ്ടി ഇനി അത്രയും ചുരുങ്ങിയ മാസമേ ഉള്ളൂ, ഒരു 1 ഇയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാച്ച് അവറൊന്നും ആയി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ പിന്നെയും രണ്ടാമത് ഒന്നേന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ നമുക്ക് അടുത്ത് തന്നെ നമ്മളൊരു ലൈവായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ലൈവിന് വേണ്ടി പ്രതീക്ഷിക്കണം കേട്ടോ. നമ്മൾ ലൈവ് വരുന്നതിൻ്റെ തലേന്ന് പറയുന്നതായിരിക്കും. ഇന്ന ഡേറ്റിന് ഇത്ര സമയത്ത് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. എന്തായാലും 2 ഡേറ്റിന് ഉണ്ടാവും കേട്ടോ, അതായത് 2 ദിവസവും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഏതെങ്കിലും 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എന്തായാലും ലൈവ് വരുന്നത്, എന്തായാലും വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ എപ്പോഴാണ് ലൈവ് ഉണ്ടെന്ന് അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പരമാവധി നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.